Hi my YouTube family, so this is my first video. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് where I'll teach you guys how to do henna easily. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 2 ഡോട്ട്സ് കൊടുക്കുക, രണ്ടും ഡിസ്റ്റൻസിൽ വേണം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുക, നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഈ 2 ഡോട്ട്സ് കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതാണ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ട്രിക്ക് ടു ഡ്രോ സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ ഇനി സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുമ്പോൾ വളഞ്ഞും ചെരിഞ്ഞും പോവാതിരിക്കാം ഈ ട്രിക്ക് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ പഠിച്ചില്ലേ, ഇനി നമ്മൾക്ക് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കാം. യൂഷ്വലി ലൈൻസ് വരയ്ക്കുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈൻസ് വരയ്ക്കുന്ന കോണില്ലേ, ഹെന്നാ കോണ്, നമ്മൾ വരയ്ക്കുന്ന സർഫേസിൽ തട്ടിയിട്ടാണ് വരയ്ക്കാറ്. അങ്ങനെ തട്ടാതെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക, അതായത് സർഫസും ഹെന്നാ കോണും തമ്മിലൊരു ഡിസ്റ്റൻസിൽ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നീറ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന 2 ടിപ്സ്. ഇപ്പോൾ ലൈൻ വരയ്ക്കാൻ എല്ലാവരും പഠിച്ചില്ലേ, അടുത്തതായി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഡബിൾ ലൈൻ അഥവാ തിക്ക് ലൈൻ എന്ന് പറയും. കാണുമ്പോൾ ലൈൻസിനേക്കാളും കുറച്ചധികം കട്ടി ഉണ്ടാകും, അതിനെയാണ് നമ്മൾ ഡബിൾ ലൈൻസ് അല്ലെങ്കിൽ തിക്ക് ലൈൻസ് എന്ന് പറയുക. ഇത് വരയ്ക്കാൻ ഈസി ആട്ടോ, ഒന്നുമില്ല, 2 ലൈൻസ് വരയ്ക്കുക. ഈ 2 ലൈൻസിൻ്റെ ഇടയിലും ഒരു ഗ്യാപ്പ് ഉണ്ടാകണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നീറ്റായിട്ടുള്ള ഡബിൾ ലൈൻ കിട്ടും. ഇനി ഫില്ല് ചെയ്യുമ്പോൾ മെല്ലെ ഫില്ല് ചെയ്യുക, വേജാറ് പിടിച്ച് ഫില്ല് ചെയ്യരുത്. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അത് മെസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് തിക്ക് ലൈൻസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് നോക്കാം. എല്ലാവരും എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റ സ്ട്രെച്ചിന് പ്രഷർ കൊടുത്ത് ഒരു ലൈനാക്കി തിക്ക് ലൈൻസ് വരയ്ക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് നമുക്ക് കിട്ടില്ല. നേരെ മറിച്ച് സാവധാനം നമ്മൾ ഈ പഠിച്ച പോലെ 2 ലൈൻസ് കൊടുത്ത് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും, നല്ല നീറ്റ് ലുക്കിൽ നമുക്ക് നമ്മുടെ തിക്ക് ലൈൻസ് കിട്ടും. അപ്പോൾ വെരി ഗുഡ്, ലൈനും പഠിച്ചു, ഡബിൾ ലൈനും പഠിച്ചു. അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നതാണ് ഡോട്ട്സ്. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഡോട്ട്സ് വരയ്ക്കുമ്പോൾ ഒരു സർക്കിൾ വരച്ച് പിന്നെ അത് ഫില്ല് ചെയ്ത്, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട്, നമുക്ക് ഈസി ആയിട്ടൊരു മെത്തേഡ് നോക്കാം. ഇതാണ് മോസ്റ്റ് ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് ഡ്രോയിങ് ഡോട്ട്സ്. എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ ഹെന്നാക്കോൺ എടുക്കുക, നിങ്ങളുടെ തം ഫിംഗർ വെച്ച് നന്നായി ഹെന്നാക്കോൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡോട്ട് ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ ഈസി അല്ലേ വരയ്ക്കാൻ. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡോട്ട്സും ലൈൻസും ഡബിൾ ലൈൻസും ഒക്കെ വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഇന്ന് ഈ പഠിച്ച 3 എലമെൻറ്റ്സ് വെച്ച് നമുക്കൊരു പുതിയ പാറ്റേൺ ക്രിയേറ്റ് ചെയ്താലോ, അതായത് ലൈൻസും ഡോട്ട്സും വെച്ചിട്ട്. ആദ്യം നമ്മൾ ഒരു ലോങ് ലൈൻ വരയ്ക്കാം. എങ്ങനെയാണ് ലൈൻ വരയ്ക്കുക നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 ഡോട്ട് കൊടുക്കുക, ഈ 2 ഡോട്ടും കൂടെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യുക. അങ്ങനെ ഒരു ലോങ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. വെരി സിമ്പിൾ. നമ്മൾ പഠിച്ച പോലെ ആദ്യം ഒരു വലിയ ഡോട്ട് കൊടുക്കുക, എന്നിട്ടൊരു ചെറിയ ഡോട്ട് കൊടുക്കുക. വലിയ ഡോട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യണം. ചെറിയ ഡോട്ടാണെങ്കിലോ ആസ് യൂഷ്വൽ ചെറുതായിട്ട് പ്രഷർ കൊടുത്താൽ മതി. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ എലമെൻറ്റ് കിട്ടും. അപ്പോൾ ഇന്നേക്ക് ഇത്ര മതി. ഇന്ന് നമ്മൾ ലൈൻസും ഡബിൾ ലൈൻസും ഡോട്ട്സും വരയ്ക്കാൻ പഠിച്ചു, അത് വെച്ചൊരു പാറ്റേണും വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ഫ്രം അഹ്മ ഹെന്ന. അപ്പോൾ നമ്മളുടെ 2nd എപ്പിസോഡ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ബൈ.